കഴുത്തിൽ വെടിയുണ്ട പേറി ജീവിക്കുന്ന നേതാവെന്ന സഹതാപമായിരുന്നു അണികൾക്ക് എന്നും ഇ.പി. ജയരാജനോട്. അപ്പോഴും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വച്ചടി കയറി ഇ.പി. ജയരാജൻ പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടേയിരുന്നു. ലോട്ടറി അധോലോക രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2007 2 കോടി രൂപ കൈപ്പറ്റിയതിൻ്റെ ക്ഷീണം ഇന്നും മാറിയിട്ടില്ല പാർട്ടിക്ക്. നായനാർ സ്വർണ്ണക്കപ്പ് ഫുട്ബോളിന് വിവാദ വ്യവസായി ഫാരീസ് അബൂബക്കറിൽ നിന്ന് 60 ലക്ഷം രൂപ വാങ്ങി ഇ.പി. വീണ്ടും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. മറ്റൊരു വിവാദ വ്യവസായി VM രാധാകൃഷ്ണനിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി പരസ്യം സ്വീകരിച്ച് പാർട്ടിയെ വീണ്ടും മുറിവേൽപ്പിച്ചു ഇ.പി. ജയരാജൻ. കളങ്കിതരുമായി ബന്ധം പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ പ്ലീനത്തിലാണ് ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്ന VM രാധാകൃഷ്ണനിൽ നിന്ന് വൻ പരസ്യം സ്വീകരിച്ചത്. 2023 ഫെബ്രുവരിയിലായിരുന്നു മറ്റൊരു വിവാദം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്ന് ഇ.പി. വിട്ടുനിൽക്കുക മാത്രമല്ല, ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഇ.പി. അതിന് തൊട്ടു പിന്നാലെ വന്നു വൈദേഹം റിസോർട്ട് വിവാദം. പാർട്ടി അനുമതിയില്ലാതെ വൻകിട റിസോർട്ട് തുടങ്ങിയെന്ന പേരിലാണ് വിവാദം തുടങ്ങിയതെങ്കിലും പിന്നീട് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിരാമയ ഗ്രൂപ്പിന് അത് വിറ്റതും പാർട്ടിക്ക് പരിക്കുണ്ടാക്കി. മന്ത്രിയായിരിക്കെ ഇ.പി. ജയരാജൻ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായ വകുപ്പിൽ ബന്ധുക്കളായ 2 പേരെ നിയമിച്ചത് വലിയ വിവാദമുണ്ടാക്കി. അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നത് പാർട്ടിക്ക് കളങ്കവുമാക്കി. ലോകപ്രശസ്ത കായിക താരം അഞ്ജു ബോബി ജോർജിൻ്റെ രാജിക്കും ഇ.പി.യുടെ ഇടപെടൽ കാരണമായി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം അതീവ ഗുരുതരമായിരുന്നു ഇ.പി.യുടെ BJP ബന്ധം സംബന്ധിച്ച വിവാദം. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ.പി. സമ്മതിച്ചതോടെ പ്രതിരോധിക്കാൻ വഴിയില്ലാതെ പാർട്ടിയും മുഖ്യമന്ത്രിയും കുഴങ്ങി. അത് ഇന്നത്തെ വോട്ടെടുപ്പ് ദിവസമായിരുന്നു എന്നത് കേവലം യാദൃശ്ചികവുമായിരുന്നില്ല. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.